അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ തൊണ്ടവേദന കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും സൗണ്ട് പഴയതുപോലെ ആയിട്ടില്ല. ഒത്തിരി പേര് ഇന്നലെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചു കേട്ടോ, സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കണതെന്നൊക്കെ. ഒരുപാട് സന്തോഷം. എന്നെ അന്വേഷിക്കാൻ ഒത്തിരി പേരുണ്ടല്ലോ. എന്തായാലും എന്നാൽ ഞാൻ ഇന്നും ഒരു സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റാണി പിങ്ക് കളർ സാരിയാണ് കേട്ടോ. ഇത് സാരി ഫുള്ളായിട്ടില്ല, ഒരു ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസാണ്. അപ്പോൾ ഇതാ ഇത് വെച്ച് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നല്ല ഫ്ലോയി മെറ്റീരിയലാണ് കേട്ടോ. അതായത് സാറ്റിൻ ഫിനിഷ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു ഐറ്റം. നല്ല ഫ്ലോയി മെറ്റീരിയലാണ്, ലാച്ചയൊക്കെ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചുരിദാർ തയ്ച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഇതുപോലെ ബീഡ്സ് വെച്ചിട്ടുള്ള ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓൾ ഓവർ ഇങ്ങനെ ചെറിയ ചെറിയ സീക്വൻസും സ്റ്റോണൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ടും കിടക്കുന്നുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. ഞാൻ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വണ്ണം തോന്നിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ തീരെ സ്ലിമ്മായിട്ട് തോന്നും. അപ്പോൾ ഇത്തിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടി തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ലിമ്മായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ലൈനിങ് ഒന്ന് മടക്കി ഇടുന്നതാണ് കാണിച്ചത്. മൊത്തത്തിൽ ഇങ്ങോട്ട് മടക്കില്ല, ഇങ്ങനെ എത്രത്തോളം നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് മാത്രമാണ് കേട്ടോ മടക്കി ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് ലൈനിങ് കിട്ടും. ഇപ്പോൾ ഇത് ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ, ക്രൈപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ്. ഞാൻ ഇതിലൊക്കെ ഒന്ന് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഷോൾഡർ, കൈക്കുഴി, ചെസ്റ്റ്, വേസ്റ്റ് ഒക്കെ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് അളവെടുക്കുന്നതും വരക്കുന്നതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ ചുരിദാറിന് അളവെടുക്കുന്നതും ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് നല്ല പീസ് കട്ട് ചെയ്യണതൊക്കെ ആ വീഡിയോയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതും കറക്റ്റായിട്ട് അളവുകൾ പറയാതിരുന്നത്. അപ്പോൾ അളവുകളെല്ലാം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോൾ അളവുകൾ പറയാതിരുന്നത് അളവ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, നമ്മൾ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുത്തു. നമുക്ക് ലൈനിങ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മുടെ നല്ല പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. കൈക്കുഴി കുഴിച്ചൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്ലീവിന് എടുക്കാം. എന്നാലും ജോയിൻറ്റ് വരും, എന്നാലും ഒരുപാട് ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെതാ മോൾ ഭാഗം മടക്കാണല്ലോ, ആ മടക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 1-ാം തീയതി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അഡ്വാൻസും ബേസിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് ബേസിക് ക്ലാസ്സും കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് അഡ്വാൻസ് ക്ലാസ്സും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്നറിയാൻ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് നോക്കിയിട്ട് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സാരിയുടെ മെറ്റീരിയൽ. ആ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബോർഡർ നമുക്ക് ലാസ്റ്റ് പിടിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സാരി ഇങ്ങനെ വട്ടത്തിൽ അടിഭാഗത്തല്ലേ ബോർഡർ കിടക്കുന്നത്. അപ്പോൾ അതിന് തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ബോർഡർ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഒന്നാമത് മൊത്തം ബീഡ് വെച്ചിട്ടുള്ള ബോർഡറാണത്, അതായത് മുത്ത് വെച്ചിട്ടുള്ള ബോർഡറാണ്. അത് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്ത് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഇത് സാരിയുടെ പീസാണ് കേട്ടോ. ലൈനിങ്ങും സാരിയുടെ പീസും ഒക്കെ ഏകദേശം ഒരേ കളറായതുകൊണ്ടേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുണ്ടാവില്ല. ഞാൻ നീറ്റാക്കി മടക്കിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നീറ്റാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് പോർഷൻ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കൈക്കുഴി കുഴിച്ച് വെട്ടണം. അപ്പോൾ അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു പീസാണ് കേട്ടോ നമ്മൾ ആദ്യം വെട്ടിയെടുക്കണത്. നമ്മളിങ്ങനെയുള്ള സാരിയൊക്കെ വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പീസ് തന്നെ വെട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇട്ട് വെട്ടുമ്പോൾ ഉള്ളിൽ ചുളുങ്ങി കിടക്കുക അല്ലെങ്കിൽ മടങ്ങിയിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ. ഇതിപ്പോൾ നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ആ ലൈനിങ് അടക്കമാണ് നമ്മൾ വെട്ടിയെടുത്തത്. ഇനി നമുക്കിതാ ഇവിടെയും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഒപ്പം കട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് വലുതാക്കിയിട്ടൊന്നും കട്ട് ചെയ്യരുത്. ഞാൻ വെട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഒപ്പം തന്നെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലൈനിങ്ങും നല്ല പീസും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അറ്റം വരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ മൊത്തം ഇങ്ങനെ ബീഡ്സും സീക്വൻസും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഹാഫ് ബീഡ് ഉണ്ടല്ലോ, ബീഡിൻ്റെ പകുതി
അതാണ്, അതായത് മുത്തിൻ്റെ പകുതി അത് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്വൻസ് അല്ല, സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയലിൽ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ദാ ഇതുവരെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗം ലൈനിങ് ഒരിത്തിരി ഒന്ന് കയറ്റി വെട്ടാന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് നല്ല പീസിന് എത്ര ലെങ്ത്ത് വേണോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയൊക്കെ എടുക്കുമല്ലോ, അത്രയും തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈനിങ് നമുക്ക് കുറച്ച് ഇറക്കം കുറച്ചെടുക്കാം. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇഞ്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മടക്കി മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പീസും വെട്ടിയെടുക്കാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാതെ പോകരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതായത് ബാക്കിൽ ടക്ക് ഇടുമ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഫ്ലോയി മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ടക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ചുളുകുകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൈയെല്ലാം ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. കൈ വെട്ടണമെന്ന് ഞാൻ ഇതിൻ്റെ അത് കാണിച്ചിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. ദാ ബോർഡറൊക്കെ ഞാൻ എടുത്തിട്ട് സ്ക്വയറിനൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും വെക്കാൻ പറ്റിയ ബോർഡറാണ് കേട്ടോ. അപ്പോൾ റൗണ്ടിൽ വെക്കാൻ പറ്റിയ ബോർഡറാണ്. എന്തായാലും നമുക്കിതൊക്കെ വെക്കണം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ, നൂലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാം. അത് അടുത്ത ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൾ ചെയ്തോളൂ കേട്ടോ. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അടിപൊളിയായിട്ട് നമുക്ക് ഈ ചുരിദാർ തയ്ച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് വാട്സപ്പിലാണ് കേട്ടോ. വാട്സപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് തരുന്നത്. നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. താങ്ക്